അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടി എന്നുള്ളതൊക്കെ മാത്രമല്ല. കേന്ദ്രമന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവ് ആ യോഗം ബഹിഷ്കരിച്ചാൽ ഏകപക്ഷീയമായി ഐകകണ്ഠേന തെരഞ്ഞെടുക്കപ്പെടും. ഇനി പ്രതിപക്ഷ നേതാവ് എതിർത്ത് പറഞ്ഞാലും ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നടപ്പാവും. അതിലെന്താണ്? അല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രധാനമന്ത്രി ബഹിഷ്കരിച്ചാലോ, ഇനി മന്ത്രി ബഹിഷ്കരിച്ചാലോ? മന്ത്രി ബഹിഷ്കരിച്ചാലും പ്രധാനമന്ത്രി ബഹിഷ്കരിച്ചാലും നിമിഷം പി കെ കൃഷ്ണദാസ് മന്ത്രിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയോ ആ യോഗം ബഹിഷ്കരിച്ചാൽ അവിടെ തീരുമാനം ഉണ്ടാവില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ചാൽ തീരുമാനം ഉണ്ടാവും. അതാണ് കാര്യം. അല്ല, ഞാനതാ തിരിച്ചു ചോദിക്കുന്നത്. അതിൽ നിന്ന് പ്രധാനമന്ത്രി മാറി നിന്നാൽ അവിടെ തീരുമാനം ഉണ്ടാവില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഒരു അഭിപ്രായം, പ്രതിപക്ഷത്തിന്റെ മറ്റൊരു അഭിപ്രായം. എല്ലാം സെയിം. എന്ത് വ്യത്യസ്ത? നിങ്ങൾ ഏത് ലോകത്തിരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ? ഒരേ അഭിപ്രായമുള്ള രണ്ടാളും എതിരഭിപ്രായമുള്ള ഒരാളും ഒരു കമ്മിറ്റിയിൽ ഉണ്ടായാൽ അവിടെ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ കൃഷ്ണദാസ്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്കൊരു കാര്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിയമിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയയിൽ ഒരു സുതാര്യതക്കുറവും നാളിതുവരെ ഉണ്ടായതായി എത്രയോ വിഷയങ്ങളിൽ ഈ തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചലഞ്ച് ചെയ്തിട്ട് സുതാര്യതക്കുറവ് ഉണ്ടായതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് കൃഷ്ണദാസ്. ആ സുതാര്യതക്കുറവ് ഉണ്ടായതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. എന്താ സംഭവിച്ചത്? അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ? അല്ല, എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി.ജെ.പി. സർക്കാർ നിശ്ചയിച്ചിരുന്നത്? എങ്ങനെയാണ്, എന്തായിരുന്നു ആ കേസ്? അങ്ങ് തന്നെ ആലോചിച്ച് നോക്ക്. ബി.ജെ.പി. സർക്കാർ എന്നല്ല എല്ലാ സർക്കാരുകളും തീരുമാനിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവും കൂടി ചേർന്നുകൊണ്ടാണ്. അല്ലാന്ന് ആരാ തീരുമാനിച്ചത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവ് കൂടി ചേർന്നുകൊണ്ടുള്ള സംവിധാനം ഈ നിശ്ചയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് അവസാനം ഇടപെടേണ്ടി വന്നത്? ഒരാളുടെ കാലാവധി നീട്ടിക്കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരാൾ വിരമിച്ച ഉടൻ തന്നെ ഒരു കൂളിംഗ് പീരീഡ് ഒറ്റ നിമിഷം ഒരാൾ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു കൂളിംഗ് പീരീഡ് കൊടുക്കുന്നതിന് മുമ്പ് ധൃതി പിടിച്ച അയാളെ നിയമിച്ചെന്തിനാണ്? സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ്. അജിംസെ, നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകൾ വിരമിക്കുന്നതിന് മുൻപ് അവർ റിട്ടയർമെൻ്റ് നേരത്തെ തന്നെ VRS എടുത്ത് രാജിവെച്ച് ഇതേ സ്ഥാപനങ്ങളുടെ ആളുകളായിട്ടുണ്ട്. ഈ വിധി പറയുന്ന സ്ഥാപനങ്ങളുടെ ആളുകളായിട്ടുണ്ട്. അറിയോ അജിംസിന്? അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതിലും വലിയ കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലഘട്ടത്തിലും അതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് മോശമാണ്. അത് മോശമാണെങ്കിൽ ഞങ്ങൾ മോശം ചെയ്യും, ഇതാണോ നിങ്ങളുടെ വാദം? ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതൊക്കെ മോശമാണെന്നാണ് നിങ്ങളുടെ വാദം. അന്നുണ്ടായിരുന്നു. നിങ്ങൾ അതിനെതിരെ സമരം ചെയ്തവരാണ്, നിങ്ങൾ ജയിലിൽ കിടന്നവരാണ്. എന്നാ ഇന്ദിരാഗാന്ധി ചെയ്തു, ഞങ്ങളും അത് ചെയ്തേക്കാം എന്നാണ് നിങ്ങളുടെ വിചാരം? അജിംസ്, അങ്ങനെ ഒരു തിരിച്ചതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒരു അപാകതയും നടന്നിട്ടില്ല. ഇന്ന് സർവീസിൽ നിന്ന് പോയ ഒരാളെ അയാളുടെ ക്രെഡിബിലിറ്റി നോക്കി, അയാളുടെ ഇൻ്റർവ്യൂ സംവിധാനങ്ങൾ നോക്കി, അയാളുമായി നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ നിയമിക്കുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ വേണ്ടി കഴിയൂ? ആരാ സാധാരണ നിലക്ക് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വരാറുള്ളത്? പരിഹാരമായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ച താൽക്കാലിക സംവിധാനം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട ഒരു സംവിധാനം പരിഹാരമായിരുന്നു. അല്ല, അതിനാണല്ലോ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് പ്രധാനമന്ത്രിയും ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന മന്ത്രിയും എന്ന് പറഞ്ഞാൽ നാളെ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ BJP ആണോ അത് തീരുമാനിക്കുക? അല്ലല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിനനുസരിച്ച് ഓരോ സംവിധാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ, പാർലമെന്റ് പാസ്സാക്കിയ ആ നിയമത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചായിരുന്നു ചോദ്യം. ഞാൻ മടങ്ങി വരാം.